ഹെയർ ലൈൻ ക്രാക്ക് നമ്മുടെയൊക്കെ ക്ലോസറ്റുകളിൽ പതിവായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ ക്ലോസറ്റ് ഒക്കെ വാങ്ങി കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഹെയർ ലൈൻ ക്രാക്ക് കാണുക. എന്താ ചെയ്യുക എന്ന് നമുക്കറിയില്ല. എന്നാലോ ഇത് വെച്ച് മുന്നോട്ട് പോകുന്നതും ഭയങ്കര റിസ്ക് ആണ്. ഈ ക്ലോസറ്റ് പൊട്ടിത്തകർന്ന് നമ്മൾ അതിന്റെ മുകളിൽ ഇരിക്കുമ്പോഴായിരിക്കും അത് പൊട്ടിത്തകർന്ന് ആള് തന്നെ മരിച്ചുപോയ സംഭവങ്ങൾ നമ്മൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും. ഒരുപാട് കേസുകൾ അങ്ങനെയുണ്ട്. ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഒരിക്കൽ കാശ് മുടക്കിയ ഈ ക്ലോസറ്റ് വീണ്ടും നമ്മൾ കാശ് മുടക്കി പുതിയ ക്ലോസറ്റ് വാങ്ങണമെന്നാണോ? അല്ല. ഇതിന് വാറണ്ടി ഉണ്ട് എന്നുള്ളത് എത്ര പേർക്കറിയാം? നല്ല ബ്രാൻഡിന്റെ, അത്യാവശ്യം ഒരു വിശ്വാസ്യതയുള്ള ഒരു ബ്രാൻഡിന്റെ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ 10 വർഷം വരെ നിങ്ങൾക്ക് വാറണ്ടി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഈ ഹെയർ ലൈൻ ക്രാക്ക് കണ്ടാൽ അത് നിങ്ങൾക്ക് കമ്പനിയെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് അത് റീപ്ലേസ്മെന്റ് വരെ കിട്ടും. നമ്മൾ പേടിച്ച് നമ്മൾ ബാത്റൂമിൽ പോകേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നേ ഇല്ല. നമ്മുടെ ക്ലോസറ്റിനകത്ത് ഒരു തലമുടി കിടക്കുന്ന പോലെ ആണ് നമുക്കത് കാണുമ്പോൾ തോന്നുക. പക്ഷെ യഥാർത്ഥത്തിൽ അത് സെറാമിക്കിൽ വന്നൊരു വിള്ളലാണ്, അല്ലെങ്കിൽ ഒരു ക്രാക്കാണ്. അപ്പോൾ നമ്മളൊരു വിശ്വാസ്യതയുള്ള ഒരു ബ്രാൻഡ്, നമ്മൾ സാധാരണ പറയില്ലേ, ചോദിക്കാനും പറയാനും ഉള്ളൊരു ബ്രാൻഡ്, ഒരു കമ്പനിയുടെ സാധനം എടുത്താൽ 10 വർഷം വരെ നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട്. നമ്മളിതിന്റെ ഇടയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു വിഷയം അതിനകത്ത് വരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇനി മുതൽ ക്ലോസറ്റ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഹെയർ ലൈൻ ക്രാക്ക് വന്നാൽ വാറണ്ടി കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് തന്നെ അത് പറ്റുന്ന ഒരു ബ്രാൻഡ് തന്നെ നിങ്ങൾ നോക്കി മേടിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.